കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഡിസ്കഷൻ നമ്മളുടെ പത്രം ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ഇന്നലത്തെ ഹിന്ദുവും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരുമിച്ച് ഈ വീഡിയോയിൽ രണ്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ മിസ്സിംഗ് CM സോറൻ ഷോസ് അപ്പ് ഇൻ റാഞ്ചി എന്ന് പറയുന്ന ന്യൂസ് ആണ്. അതായത് നമ്മുടെ ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്ററായ ഹേമന്ത് സോറൻ 2 ദിവസം കാണാനില്ലായിരുന്നു. കാരണം ED പേടിച്ചിട്ട് തന്നെയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ഏത് സമയവും ഹേമന്ത് സോറന്റെ മുകളിൽ ഉണ്ടാവും. ഈ അറസ്റ്റ് പേടിച്ച് അദ്ദേഹം കുറച്ച് 1-2 ദിവസം അൺട്രേസബിൾ ആയിരുന്നു. പക്ഷെ ഇപ്പൊ റാഞ്ചിയിൽ പ്രത്യക്ഷപ്പെടുന്നു. റാഞ്ചി നമുക്കറിയാം ജാർഖണ്ഡിന്റെ ക്യാപിറ്റലാണ് റാഞ്ചി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ സിറ്റി എന്നുള്ള പേരിലാണ്. ജാർഖണ്ഡിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മകൻ എന്ന് പറയുന്നത്, സൺ ഓഫ് ദ സോയിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ഇയാള് പക്ക കള്ളനാണ് എന്ന് പറഞ്ഞാൽ BJPയുടെയും അല്ലെങ്കിൽ NDAയുടെയും കൂടെ നിൽക്കുന്ന ആൾക്കാർ കള്ളന്മാരല്ലെന്നല്ല. ED ഉപയോഗിച്ച് എന്തുകൊണ്ട് ഒപ്പോസിഷൻ ലീഡേഴ്സിന് അവർക്ക് പേടിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ പാർട്ടീസിലെ മിക്ക ലീഡേഴ്സും നല്ല കറപ്റ്റ് ആണ്. ഇപ്പൊ അകത്തെ പേജിൽ സെന്തിൽ ബാലാജിയുടെ കേസുണ്ട്. സെന്തിൽ ബാലാജി ഇപ്പോഴും അവിടെ ഒരു ജയിലിൽ കിടന്നുകൊണ്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ട് മിനിസ്റ്ററായിട്ട് തുടങ്ങി. അതിനെ മദ്രാസ് ഹൈക്കോർട്ട് ക്രിട്ടിസൈസ് ചെയ്തേക്കാണ്. അത് DMKയുടെ കൂടെ നിൽക്കുന്ന ഒരു മിനിസ്റ്ററാണ്. അതുപോലെ ലാലു പ്രസാദ് യാദവ് ലാൻഡ് ഫോർ ജോബ് സ്കാം, അയാള് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു മനുഷ്യരൂപം എടുത്തു വന്നാൽ അതാണ് ലാലു പ്രസാദ്, അയാളുടെ ഫാമിലിയും. അങ്ങനെ ഒപ്പോസിഷനിൽ മിക്കവാറും എല്ലാം ഇപ്പൊ മമതാ ബാനർജിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഫുൾ കറപ്റ്റ് ആണ്. ഒരാളുടെ ടോയ്ലറ്റിന്റെ അകത്തുനിന്ന് ഓരോ നോട്ട് കെട്ടുകൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് ഇന്റിമിഡേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ED ആൻഡ് CBI ഈ ഒപ്പോസിഷൻ. അത് ഒബ്വിയസ്ലി ശരിയാണ്. ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡി എപ്പോഴും നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്ന നയമാണ് എടുക്കുന്നത് ഒപ്പോസിഷൻ സൈഡിലാണെങ്കിലും. കാര്യം എന്ന് വെച്ചാൽ ജഗൻമോഹൻ റെഡ്ഡി EDയുടെ ഒത്തിരി കേസസ് ഉണ്ട്. ED ഒരുപാട് അയാളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ട് പോയതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അത് പക്ഷെ ഇവിടെ ഇതിന്റെ അർത്ഥം ഈ റൂളിംഗ് പാർട്ടിയുടെ സൈഡിലുള്ള ആൾക്കാരും കറപ്റ്റ് അല്ലെന്നല്ല. ഇപ്പോ നമ്മളുടെ മഹാരാഷ്ട്രയില് BJPയുടെ കൂടെ പോയ അജിത് പവാർ, ശരത് പവാറിന്റെ നെഫ്യൂ, നല്ല 1 നമ്പർ കറപ്റ്റ് ആണെന്നാണ് BJP തന്നെ അയാൾ കൂടെ വരുന്നതിന് മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെയുള്ള ഒരു പ്രോബ്ലം, ഇപ്പൊ BJPയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിട്ടുള്ള പല കറപ്റ്റ് ആൾക്കാർക്കെതിരെ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നില്ല. അവിടെയാണ് വിഷയം. പക്ഷെ ഈ ഒപ്പോസിഷൻ ഈ പറഞ്ഞ ഈ ഹേമന്ത് സോറനെ കണ്ടല്ലോ, സ്വന്തമായിട്ട് മൈനിന്റെ മിനിസ്റ്റർ ആയിട്ട് ഇരുന്നോണ്ട് സ്വന്തമായിട്ട് മൈൻ അനുവദിച്ചെടുത്ത ആളാണ്. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അത്രയും കറപ്റ്റ് ആണ് ഇയാളെല്ലാം. അപ്പൊ എല്ലാ സൈഡിലും കറപ്ഷൻ ഉണ്ട്. പക്ഷെ ഈ സൈഡിലെ കറപ്ഷൻ മാത്രം, ഒപ്പോസിഷൻ സൈഡിലെ കറപ്ഷൻ മാത്രം അന്വേഷിക്കുന്നു EDയും CBI ഒക്കെ. അങ്ങനെ CBIയും ED ഒക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലെ ടൂൾസ് ആവുന്നു ഫോർ എന്താ പറയുന്ന ഫോർ കോൺസ്പയറിംഗ് അഗെയിൻസ്റ്റ് ദ ഒപ്പോസിഷൻ ലീഡേഴ്സ്. അതാണ് അവരുടെക്കെതിരെയുള്ള അലിഗേഷൻ. പക്ഷേ ദാറ്റ് ഈസ് കറക്റ്റ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് കാണേണ്ട കാര്യം ഈ സൈഡ് പക്ക കറപ്റ്റ് ആണ്, മറ്റേ സൈഡിൽ കറപ്ഷൻ ഉണ്ട്. അത് അവർ കാണുന്നില്ല. അതാണ് വിഷയം. ഓക്കെ, എന്തായാലും ഹേമന്ത് സോറൻ ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. അത് അറിഞ്ഞിരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം. ഉടനെ തന്നെ ജയിലിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് നമ്മളുടെ പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇലക്ഷൻ എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു കോമഡി ആണെന്ന് നമുക്ക് വ്യക്തമാവുന്ന എത്രയോ സന്ദർഭങ്ങൾ കഴിഞ്ഞ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പാകിസ്ഥാനിൽ ഇത് കാണുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് പട്ടാളം ഭരണം പിടിച്ചെടുക്കാറുണ്ട്. ഇപ്പൊ പട്ടാളം ഭരണം പിടിച്ചെടുക്കാറില്ല, ഡെമോക്രസി ആണെന്ന് പറഞ്ഞാൽ. പക്ഷേ ഡെമോക്രസിക്ക് ഒരു വാല്യൂ ഇല്ല. അവിടുത്തെ ജനറൽസ് തീരുമാനിക്കും, അവിടുത്തെ ആർമിയുടെ ചീഫും ഒക്കെയാണ് തീരുമാനിക്കുന്നത് ആര് പ്രസിഡന്റ് ആവണം, ആര് പ്രൈം മിനിസ്റ്റർ ആവണം എന്നൊക്കെ. ഇപ്പൊ ഇമ്രാൻഖാൻ അവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ ആരാണെന്ന് വെച്ചാൽ there is no doubt that is ഇമ്രാൻഖാൻ. പക്ഷെ ഇമ്രാൻഖാൻ ഒരു സമയത്ത് അവിടുത്തെ പട്ടാള ഭരണകൂടമല്ല, പട്ടാളത്തിന് താല്പര്യമുള്ള ആളായിരുന്നോണ്ട് അയാൾ പ്രൈം മിനിസ്റ്റർ ആയി. പട്ടാളത്തിന് എപ്പോഴും അയാളുടെ മുകളിലുള്ള താല്പര്യം നഷ്ടപ്പെട്ട അയാൾ ജയിലിൽ പോയി. ഇപ്പൊ ഇലക്ഷൻ ഇനിയിപ്പം ഈ ഫെബ്രുവരിയിൽ എനിക്കൊന്ന് 13-നോ 12-നോ കണ്ട അവിടെ ഇലക്ഷൻ നടക്കുവാണ്. അപ്പം നവാസ് ഷെരീഫ് എന്ന് പറയുന്ന കറപ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർ ഉണ്ടായിരുന്നു. അയാള് കറപ്ഷൻ കേസിൽ അകപ്പെട്ട് ജയിലിലൊക്കെ ആയിരുന്നു കുറച്ചു കാലം. പിന്നീട് UK-ലോ മറ്റോ ഒരു എക്സൈലായി പോയൊക്കെയായിരുന്നു. ഇപ്പൊ തിരിച്ച് അയാളെ കൊണ്ടുവന്നിട്ട് ഇയാളെ അകത്താക്കി. ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് ഇമ്രാൻഖാന് 10 വർഷത്തെ ഇംപ്രിസൺമെന്റ് വിധിച്ചേക്കാണ്. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് പാകിസ്ഥാനിലൊരു തമാശയാണ്. ഇന്ത്യയിലെ ഡെമോക്രസി അത് വെച്ച് നോക്കുമ്പോൾ എത്രയോ ഫാർ ബെറ്റർ ആണ്. നമുക്ക് കറപ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ എന്തായാലും ഇമ്രാൻഖാൻ അകത്ത് പോയി. ഇതൊന്നും നമുക്ക് വലിയ ആവശ്യമുള്ള ന്യൂസുകളല്ല, ഞാൻ പറഞ്ഞുള്ളൂ. ഫ്രണ്ട് പേജിലെ ന്യൂസ് ആയിട്ട് പിന്നെ വേറെ ഒന്നും അവിടെ പറയാനില്ല. ബാക്കി ഫുൾ അഡ്വർടൈസ്മെന്റ്സ് ആണ് ഫ്രണ്ട് പേജിൽ. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നു. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് ഇന്നലെ മദ്രാസിലെ തന്നെ തമിഴ്നാടിന്റെ ഹൈക്കോർട്ടായ മദ്രാസ് ഹൈക്കോർട്ട് തന്നെ ചോദിച്ചേക്കാണ്, ഹൗ ക്യാൻ സെന്തിൽ ബാലാജി കണ്ടിന്യൂ ആസ് മിനിസ്റ്റർ ആസ് മദ്രാസ് ഹൈക്കോർട്ട്? ഹീസ് ഇൻ പ്രിസൺ ഫോർ ദ ലാസ്റ്റ് 1 year ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിന് 1 year കൂടുതലായിട്ട് ജയിലിലാണെന്ന് എനിക്ക് സംശയമുണ്ട്.
പക്ഷെ സ്റ്റിൽ MK സ്റ്റാലിന് ഇയാൾ വളരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഒരു ഏരിയ, എനിക്ക് തോന്നുന്നു കരൂർ, ആ ഒരു ഏരിയയിലൊക്കെ മൊത്തം ഇയാളുടെ ഇൻഫ്ലുവൻസ് ആണ്. അപ്പം ഇയാളാണ് അവിടുത്തെ DMK പാർട്ടിയുടെ ഫണ്ട് റേസർ ആ ഏരിയയിൽ. അപ്പൊ അതുകൊണ്ട് ഇയാള് ജയിലിൽ കിടന്നുകൊണ്ട് മിനിസ്റ്റർ എന്ന പൊസിഷൻ അലങ്കരിക്കുകയാണ് ഇത്രയും കാലമായിട്ട്. അപ്പോൾ മദ്രാസ് ഹൈക്കോടതി തന്നെ ചോദിക്കുന്നു, എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ്, ആണ് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യം ഇയാളെ സ്റ്റിൽ മിനിസ്റ്റർ ആക്കാണെന്ന്. അപ്പം ഇതാണ് നമ്മളുടെ ഇന്ത്യയിൽ നടക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. പിന്നെ മമത ഫ്ലീസ് BJP ഫോർ റേക്കിംഗ് അപ്പ് CAA എന്നൊരു ന്യൂസ് കാണാം. CAA എന്താണെന്ന് അറിയിക്കുക, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യയിൽ വലിയ വിവാദമായ ഒരു സംഭവമാണ് CAA, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് CAA എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയില് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് അവർ റിലീജിയസ് പെർസിക്യൂഷൻ അവിടങ്ങളിൽ നേരിടുന്ന ആൾക്കാരാണ്, മതപരമായ പീഡനങ്ങൾ നേരിടുന്ന ആൾക്കാരാണെന്നുള്ള ഒരു പ്രിസംഷന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കും. അതാണ്. പക്ഷെ അത് വിവാദമാവാൻ കാരണം, ആ സിറ്റിസൺഷിപ്പ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മുസ്ലിം മെജോറിറ്റി രാജ്യങ്ങളായതുകൊണ്ട് അവരവിടെ റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്നില്ല എന്നുള്ളൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിംസിന് മാത്രം ഈ പറഞ്ഞ സിറ്റിസൺഷിപ്പ് കൊടുക്കൂല. ബാക്കി ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും സിഖുകാർക്കും പാഴ്സികൾക്കും ബുദ്ധമതക്കാർക്കും ജൈനമതക്കാർക്കും ഒക്കെയാണ് ഇതിൽ കൊടുക്കുന്നത്. ഇതാണ് CAA വിവാദമാക്കിയത്, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. കാരണം ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ അകത്ത് മതാടിസ്ഥാനത്തിൽ ഈ പൗരത്വം കൊടുക്കാനുള്ള വകുപ്പില്ല. അതുകൊണ്ടാണ് ഇത് കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കോടതി തീരുമാനിക്കും അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി. പിന്നീട് ഇത്രയാണ് ആ പേജിലുള്ളത്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം. അടുത്ത പേജിൽ പോകുമ്പോൾ ചണ്ഡീഗഡിൽ നടന്ന മേയർ ഇലക്ഷനെ കുറിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ്. അത് നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല, പക്ഷെ സ്റ്റിൽ ചണ്ഡീഗഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചണ്ഡീഗഡ് എന്ന് പറഞ്ഞ പ്രദേശത്തിന്റെ പ്രത്യേകത. Chandigarh is the capital of both Punjab and Haryana, and Chandigarh is the only place in India which is acting as capital of 2 states. Okay, വേറെ ഒരു സ്ഥലവും 2 സ്റ്റേറ്റുകളുടെ ക്യാപിറ്റലായിട്ട് ആക്ട് ചെയ്യുന്നത് ഇല്ല. അപ്പൊ ചണ്ഡീഗഡ് പഞ്ചാബിന്റെയും ക്യാപിറ്റലാണ്, ഹരിയാനയുടെയും ക്യാപിറ്റലാണ്. അതുകൊണ്ട് തന്നെ ചണ്ഡീഗഡ് ഈസ് എ യൂണിയൻ ടെറിട്ടറി. ഇപ്പൊ ഒരു യൂണിയൻ ടെറിട്ടറി ആക്കാതിരുന്ന പഞ്ചാബ് വിൽ ക്ലെയിം ഇറ്റ് ഈസ് അവർ ടെറിട്ടറി. Simultaneously, Haryana will also claim it is our territory. So there will be a conflict. There would be a conflict. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ അന്ന് യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയത്. ഈ പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ക്യാപിറ്റലാക്കി മാറ്റിക്കൊണ്ട് ഇതിനെ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയത്. 2 സ്റ്റേറ്റുകളായിട്ട് സ്പ്ലിറ്റ് ആയപ്പോൾ ലിംഗ്വിസ്റ്റിക് ബേസിലൊക്കെ ഈ സ്റ്റേറ്റുകൾ സ്പ്ലിറ്റ് ചെയ്തപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നീട് താഴോട്ട് വരുമ്പോ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകള് ഇവിടെ നിങ്ങൾക്ക് രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കാണാം. രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസിൽ നമ്മൾ ഒരു ഫോട്ടോ കാണാം. ആ ഫോട്ടോയിൽ ഇരിക്കുന്ന ചില വ്യക്തികളുടെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. യൂണിയൻ മിനിസ്റ്റർ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എന്തിന്റെ മിനിസ്റ്റർ ആണെന്ന് അറിഞ്ഞിരിക്കണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ജൽശക്തി മിനിസ്ട്രിയുടെ മിനിസ്റ്ററാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. അവിടെ തന്നെ രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ഫോട്ടോയും കാണാം. ഇതാണ് രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ഭജൻലാൽ ശർമ്മ. ഇവിടെ തന്നെ നമുക്ക് മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ഫോട്ടോ കാണാം. അത് മോഹൻ യാദവ് ആണ്. മോഹൻ യാദവ്, ഭജൻലാൽ ശർമ്മ ആൻഡ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. അപ്പൊ 3 prominent personalities are there in this photo. അതിന് കാരണം ഇതൊരു ട്രൈപാർട്ടിയേറ്റ് എഗ്രിമെന്റ് ആണ്. ഈ ട്രൈപാർട്ടിയേറ്റ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഈസ്റ്റേൺ രാജസ്ഥാൻ കനാൽ പ്രോജക്ട് ERCP എന്നൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. ജസ്റ്റ് ഞാൻ പറയുന്നതാണ്, കാര്യം ഇതൊരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ന്യൂസ് പോലെയാണ് ഇത് വന്നേക്കുന്നത്. ERCP, ഈസ്റ്റേൺ രാജസ്ഥാൻ കനാൽ പ്രോജക്ട്. ഈസ്റ്റേൺ രാജസ്ഥാൻ കനാൽ പ്രോജക്ട് എന്ന് പറയുന്നത് രാജസ്ഥാനിലെ കുറെ ഡിസ്ട്രിക്റ്റുകളിൽ വെള്ളമൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കനാൽ പ്രോജക്ട് ആണ്. മധ്യപ്രദേശും കൂടെ സഹകരിച്ചാൽ അത് പ്രോജക്ട് നടക്കും. എനിക്കത് മധ്യപ്രദേശിലേക്ക് നിന്നാണെന്നോ ആ വെള്ളം വരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇതിലെ ട്രൈപാർട്ടിയേറ്റ് എഗ്രിമെന്റ് ആണ്. അതിൽ രാജസ്ഥാനുണ്ട്, മധ്യപ്രദേശുണ്ട്, അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്റ്റർ, ജൽശക്തി മിനിസ്റ്റർ ഇവിടെ വരുന്നത്. അതുപോലെ രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ഫോട്ടോ ഇവിടെ വരുന്നത്. അതുപോലെ മധ്യപ്രദേശിന്റെ മോഹൻ യാദവിന്റെ ഫോട്ടോയും ഇവിടെ വരുന്നത്. ഇത് ഒരു നാഷണൽ പ്രോജക്റ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് മാറ്റണം എന്നൊരു ആവശ്യമുണ്ട്. ചിലപ്പോൾ അത് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സെൻട്രൽ ഗവൺമെന്റ് കുറെ ഫണ്ടിങ് കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഇത് അറിഞ്ഞിരിക്കുക, ഈ 3 പേരും ചേർന്നുള്ള ഒരു എഗ്രിമെന്റ് ആണ്.
ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ആക്ച്വലി സുപ്രീം കോടതിയുടെ പഴയ വിധിയാണ്. ആ വിധിയുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ പെറ്റീഷൻ വന്നു. ആ റിവ്യൂ പെറ്റീഷൻ വന്നപ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഹിന്ദുവിൽ വന്നുകൊണ്ട് പഴയ കാര്യം എനിക്ക് പറയേണ്ടി വരുന്നു. ഡിസംബർ 2016 സുപ്രീം കോടതി ഒരു കാര്യം ബാൻ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഹൈവേയുടെയും സ്റ്റേറ്റ് ഹൈവേസിന്റെയും സൈഡിൽ 500 മീറ്റർ പരിധിയിൽ വരെ ലിക്കർ ഷോപ്പുകൾ പാടില്ല എന്നാണ്. നാഷണൽ ഹൈവേസിന്റെയും അതുപോലെ സ്റ്റേറ്റ് ഹൈവേസും. നാഷണൽ ഹൈവേസ് മാത്രമല്ലല്ലോ, സ്റ്റേറ്റ് ഹൈവേസും ഉണ്ടല്ലോ. കേരളത്തിൽ തന്നെ ഒരുപാട് സ്റ്റേറ്റ് ഹൈവേസ് ഉണ്ട്, നമുക്ക് നാഷണൽ ഹൈവേ ഉണ്ട്. ഇതിന്റെ സൈഡില് അതിന്റെ എഡ്ജസിൽ 500 മീറ്റേഴ്സ് വരെ ലിക്കർ ഷോപ്പുകൾ പാടില്ല. അതിന്റെ 500 മീറ്റേഴ്സിന് അപ്പുറമേ ലിക്കർ ഷോപ്പുകൾ പാടുള്ളൂ. പക്ഷെ ഇത് ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ടായതിന്റെ പേരില്ല. കാര്യം ഇത് സുപ്രീം കോടതി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളുടെ ടൗണുകളൊക്കെ നോക്കുകയാണെങ്കിൽ ടൗണുകളൊക്കെ മെയിൻ റോഡിൽ തന്നെ നമുക്ക് കാണാം ബാറുകൾ. അപ്പം പോണ്ടിച്ചേരി അല്ല, പുതിയ പേര് പുതുച്ചേരി എന്നാണ്. പുതുച്ചേരിയിൽ ഇതിന്റെ പേരിലുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുകയും പുതുച്ചേരിയിലെ ഒരു ബാർ ഉടമസ്ഥനെയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അയാള് സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷനൊക്കെ പോയി. അപ്പൊ സുപ്രീം കോടതി ക്ലാരിഫിക്കേഷൻ കൊടുത്തേക്കാണ്, ഞങ്ങൾ പറഞ്ഞ വിധി എപ്പോഴും ഹോൾഡ് ചെയ്യും. നമ്മൾ പറഞ്ഞ ജഡ്ജ്മെന്റ്, അതായത് 500 മീറ്റേഴ്സ് പരിധിയിൽ നാഷണൽ ഹൈവേസിന്റെയും സ്റ്റേറ്റ് ഹൈവേസിന്റെയും എഡ്ജസിൽ ഇത് പാടില്ല. അത് ശരിയാണ്. പക്ഷേ മുനിസിപ്പാലിറ്റി, അതായത് അർബൻ ഏരിയാസ്, ടൗൺസ്, അവിടെ ഇത് പ്രശ്നമല്ല. അവിടെ നിങ്ങൾക്ക് ഈ 500 പരിധിക്കകത്തും 500 മീറ്റർ പരിധിക്കകത്തും ബാറുകളൊക്കെ അനുവദിക്കാം എന്നാണ്. അതല്ലാത്ത സ്ഥലങ്ങളിൽ പാടില്ല എന്നാണ്. കർബ്സ് ഓൺ ലിക്കർ സെയിൽ ഡു നോട്ട് എക്സ്റ്റെൻഡ് ടു മുനിസിപ്പൽ ഏരിയാസ് എന്നുള്ള ഹെഡിങ് അതാണ്. പിന്നീട് അതേ ഉള്ളൂ, വേറൊന്നും അവിടെ പറയാനില്ല. ആ ന്യൂസ് മാത്രമാണ് അവിടെ പറയാനുള്ളത്. ഇനി അതിനടുത്ത പേജ് പോകുമ്പോൾ എഡിറ്റോറിയൽ പേജ് ആണ്. നമുക്ക് എഡിറ്റോറിയൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി പോവാം. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് എക്കോണമിക് എൻകോമിയം എന്ന് പറയുന്ന എഡിറ്റോറിയൽ ആണ്. എക്കോണമിക് എൻകോമിയം എന്ന് പറയുന്ന എഡിറ്റോറിയൽ നമുക്കറിയാം, ഇന്ന് ഈ നമ്മളുടെ ലോക്സഭയുടെ ലാസ്റ്റ് സമ്മേളനം എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഇന്ന് നാളെ മാത്രമേ ഉള്ളൂ. കാര്യം വേറൊന്നുമല്ല, എല്ലാ വർഷവും ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാ വർഷവും ഫെബ്രുവരി 1 വിത്തൗട്ട് ഫെയിൽ ബഡ്ജറ്റ് വിൽ ബി പ്രസന്റ് ഇൻ ദ ലോക്സഭ ബൈ ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അത് ഇപ്പൊ നിർമ്മല സീതാരാമൻ ആയതുകൊണ്ട് ഷീ വിൽ പ്രസന്റ് ദ യൂണിയൻ ബഡ്ജറ്റ് എവറി ഇയർ ഓൺ ദ ഡേ ഓഫ് February 1. But this year, February 1 budget, she's going to present budget, but that is not a full budget. That is an interim budget. The reason നിങ്ങൾക്ക് അറിയാം, it is an election year. This is an election year. In April May there will be election, Lok Sabha election. അപ്പോൾ അതുകൊണ്ട് തന്നെ after the election only the full budget of government of India will be presented in the Lok Sabha. അതുകൊണ്ട് താൽക്കാലിക ചെലവുകൾ നടത്താൻ വേണ്ടി ഒരു ഇന്ററിം ബഡ്ജറ്റ് മാത്രമാണ് 2-3 മാസത്തേക്കുള്ളത് ഇപ്പം പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും February 1 ആയ നാളെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ ഫുൾ ബഡ്ജറ്റ്, ഇറ്റ് ഇസ് ആൻ ഇന്ററിം ബഡ്ജറ്റ്. അപ്പൊ ഈ ബഡ്ജറ്റിന്റെ തൊട്ട് തലേ ദിവസം നടക്കുന്ന ഒരു എക്സർസൈസ് ആണ് എക്കോണമിക് സർവേ എന്ന് പറയുന്നത്. എന്താണ് എക്കോണമിക് സർവേ? അറിഞ്ഞിരിക്കുക, just before the day of presentation of budget there will be an economic survey, and the architect of economic survey will be the chief economic advisor to government of India. ആ എക്കണോമിക് സർവേയുടെ ആർക്കിടെക്ട് എപ്പോഴും ചീഫ് എക്കണോമിക് അഡ്വൈസർ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. അപ്പോൾ now the chief economic advisor to government of India is Anantha Nageswaran. So he will be he is the architect of economic survey. പക്ഷേ ഇപ്പൊ എക്കണോമിക് സർവേ അവതരിപ്പിക്കാൻ പറ്റൂല, കാരണം ഇത് ബഡ്ജറ്റ് അല്ല, ഇതൊരു ഇന്ററിം ബഡ്ജറ്റ് ആണ്. അപ്പൊ എക്കണോമിക് സർവേ അല്ല ഇപ്പൊ അവതരിപ്പിക്കുന്നത്. പകരം അവരൊരു ചെറിയ റിപ്പോർട്ട് പോലെ പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് ഒരു 9 years അല്ലെങ്കിൽ 10 years ആയിട്ടുള്ള മോഡി ഗവൺമെന്റിന്റെ അച്ചീവ്മെന്റ്സ്, അത് ഭയങ്കര റോസി ആയിട്ടുള്ള ഒരു പിക്ചർ ആണ് നമ്മളുടെ എക്കോണമിയെ കുറിച്ച് കൊടുക്കുന്നത്. ആ പിക്ചർ കൊടുത്തേക്കുന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ലെന്നാണ് ഹിന്ദുവിന്റെ എഡിറ്റോറിയലും പറഞ്ഞ കാര്യം. ഈവൻ നമ്മളുടെ പാൻഡമിക്കിന് ശേഷം പോലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് 7% ഗ്രോത്ത് ഒക്കെ നിലനിർത്തുന്നുണ്ട്. ഈ വർഷവും നമ്മൾ 7% ഗ്രോ ചെയ്യുമെന്നാണ് NSO പറഞ്ഞേക്കുന്നത്. NSO നമുക്കറിയാം, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, അവരാണ് ഇന്ത്യയുടെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അവരുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് ദിസ് ഇയർ ഓൾസോ വി ആർ ഗോയിങ് ടു ടച്ച് അറൌണ്ട് 7.3%. അതിന് സംഭവിക്കാൻ പോണതേ ഉള്ളൂ. ഈ February March കഴിയുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ തീരൂ. അതിന് അവർക്ക് അറിയാൻ പറ്റി ഇക്കണോമിയുടെ പോക്ക് കാണുമ്പോൾ ഈ വർഷത്തെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് എത്രയായിരിക്കും. അപ്പൊ 7.3% ഈ വർഷം നമ്മൾ ഗ്രോ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോ എക്കണോമിക് ഗ്രോത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു പെർഫോമൻസ് തന്നെയാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട്. വേൾഡ് ആവറേജുമായിട്ട് നോക്കുമ്പോൾ വേൾഡ് ആവറേജ് ഇപ്പോൾ അറൌണ്ട് 2% ഒക്കെയാണ്. 2% ഒക്കെ ലോകം ഗ്രോ ചെയ്യുമ്പോൾ ഇന്ത്യ അറൌണ്ട് 7% ഗ്രോ ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ്ലി
ഭയങ്കര ബെറ്റർ ആണ് പഴയ കാലഘട്ടത്തിലെ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യുന്നൊക്കെ ഈ നമ്മളുടെ ഈ പറഞ്ഞ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ചില കാര്യങ്ങളിലൊക്കെ ഹിന്ദു ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും നമ്മളുടെ കഴിഞ്ഞ ഒരു ഡെക്കേഡിലെ ഗ്രോത്ത് ഓൾമോസ്റ്റ് നല്ലതായിരുന്നു തന്നെയാണ് അവർ പറയുന്നത്. അതിന് വേറെ ചില കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടിലുള്ള അതാണ് ഈ റിപ്പോർട്ട് ഇപ്പം ഫോർവേഡ് ഔട്ട്ലുക്ക് എന്നുള്ള ഫോർവേഡ് ഇന്ത്യൻ ബഡ്ജറ്റിന് മുമ്പായിട്ട് അതിന് വല്ല പേര് ഒരു കൊടുത്തിട്ടുണ്ടോ എന്തോ ഒരു റിപ്പോർട്ടാണ് വന്നത്. സാധാരണ ഞാൻ പറഞ്ഞു എന്റെ റിപ്പോർട്ടിന്റെ പേരെന്താണ്, എക്കണോമിക് സർവേ എന്നാണ്. പക്ഷെ എക്കണോമിക് സർവേ ഒരു ഫുൾ ബഡ്ജറ്റിന് മുമ്പായിട്ട് അവതരിപ്പിക്കൂ. നാളെ അവതരിപ്പിക്കാൻ പോണ ഫുൾ ബഡ്ജറ്റ് അല്ല, ഇതൊരു ഇന്ററിം ബഡ്ജറ്റ് ആണ്. അതുകൊണ്ട് എക്കണോമിക് സർവേ അല്ലത്. പക്ഷെ സ്റ്റിൽ ഒരു എന്താ പറയുന്ന ഒരു മൊത്തത്തിലൊരു 10 വർഷത്തെ അച്ചീവ്മെന്റ്സ്. അപ്പൊ നമ്മള് ഇപ്പൊ $3.7 ട്രില്യൺ എക്കോണമിയാണ്. $3.7 ട്രില്യൺ എക്കോണമിയാണ് നമ്മള്. നെക്സ്റ്റ് 2 to 3 years 2027 കൂടി നമ്മൾ $5 ട്രില്യൺ എക്കോണമി ആകുമ്പോഴാണ്. $5 ട്രില്യൺ എക്കോണമി. ഞാൻ സാധാരണ $5 ട്രില്യൺ സാധാരണ ഞാന് 2028 എന്നാ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് 2027 കൂടി അത് അച്ചീവ് ചെയ്യുന്നതാണ്. അപ്പൊ $3.7 ട്രില്യൺ ആണ്. ഇപ്പോ 2030 ആകുമ്പോൾ നമ്മൾ $7 ട്രില്യൺ എക്കോണമിയും ആവുമെന്നാണ്. $7 ട്രില്യൺ എക്കോണമി ആവുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളൊരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്തിന്റെ പാത്തിലാണ്. അപ്പൊ അതൊക്കെയാണ് ഈ പറയുന്നത്. പക്ഷെ എന്നായിരുന്നാലും നമ്മളുടെ ഗ്രോത്ത് നമ്മളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോഴേ നമ്മളുടെ യൂത്ത് ഇവിടെ പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ പഠിക്കാതെ ഇറങ്ങുന്നതും ആൾക്കാർക്ക് ഇൻഫോർമൽ സെക്ടറിലും ഫോർമൽ സെക്ടറുമായിട്ട്, ഇൻഫോർമൽ സെക്ടറിൽ പല ഫോർമൽ സെക്ടറിൽ തന്നെ വേണം. ഇൻഫോർമൽ സെക്ടറിലാണ് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ ജോലി ചെയ്യുന്നത്. എംപ്ലോയ്മെന്റ് ജനറേഷനിലും കൂടെ ഈ ഒരു ഗ്രോത്ത് റിഫ്ലക്ട് ചെയ്യുമ്പോഴേ അത് ആ ഗ്രോത്ത് പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് അനുഭവവേദ്യമാകൂ അല്ലെങ്കിൽ കൂടുതൽ ഗുണകരമാകും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിലേക്ക് ഒരു കോൺസെൻട്രേഷൻ കുറച്ചുകൂടെ ഗവൺമെന്റ് കൊടുക്കണം എന്നൊക്കെയാണ് ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ. പിന്നെ വെറ്റിംഗ് ഫോർ വെന്തേട്ട, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിനെ കുറിച്ചാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. സുപ്രീം കോടതി ഒരു കേസിന്റെ പരിഗണനാ വേളയിൽ പറഞ്ഞു, ഇഡിയും CBI ഒക്കെ ഓരോരോ കേസുകൾ ഫയൽ ചെയ്യുന്നത് പൊളിറ്റിക്കൽ വെന്തേട്ട അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പ്രതികാരം അതൊക്കെ വീട്ടാൻ വേണ്ടിയിട്ടാണെന്നാണല്ലോ ഈ ഒപ്പോസിഷൻ പറയുന്നത്. അപ്പൊ ഇത് അങ്ങനെയാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെക്കാനിസം നാഷണൽ ലെവലിൽ ഉണ്ടാകും. അത് വേണമെങ്കിൽ മെക്കാനിസം ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു കേസിന്റെ മെറിറ്റ് എടുത്ത് പരിശോധിച്ചിട്ട് ആ മെറിറ്റ് അനുസരിച്ചാണോ ഇഡിയും CBI ഒക്കെ അന്വേഷണം നടത്തുന്നത്, ഈ കേസിൽ പ്രഥമ ദൃഷ്ട്യാ കാര്യങ്ങളുണ്ടോ, അത് നിലനിൽക്കുന്നതാണോ, അതോ പൊളിറ്റിക്കൽ ബന്ധമായിട്ടാണോ മനസ്സിലാക്കാൻ സുഖമായിട്ട് പറ്റും. ഒരു സ്ക്രൂട്ടിനി നടത്തിയാൽ മാത്രമേ അതിനൊരു കമ്മിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഒരു എണ്ണം ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി. അവരുടെ സ്ക്രൂട്ടിനിക്ക് ശേഷം ക്ലിയറൻസ് കൊടുത്താൽ മതി, സുഖമായിട്ട് അത് നടക്കും. അത് ആണ് സുപ്രീം കോടതി ഇപ്പൊ സജസ്റ്റ് ചെയ്തേക്കുന്നത്. അത് വളരെ നല്ല കാര്യമാണെന്നാണ് ഹിന്ദു പറയുന്നത്. പക്ഷെ അപ്പോഴും ഹിന്ദു പറയുന്നൊരു കാര്യം, ഇതിലെ ഒരു മെയിൻ കംപ്ലൈന്റ് ഈ കറപ്ഷൻ കേസസ് ഫയൽ ചെയ്യുന്ന ഒപ്പോസിഷൻ പാർട്ടി ലീഡേഴ്സിന് അഗേൻസ്റ്റ് ആയിട്ട് മാത്രമാണെന്നല്ലേ പറയുന്നത്. അപ്പം കറപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഹേമന്ത് സോറൻ അഗേൻസ്റ്റ് ആയിട്ടൊക്കെ കേസ് നിലനിൽക്കുന്ന കേസുകൾ തന്നെയാണ്. അത് കോടതിയിലൊക്കെ പലതവണ പോയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്ക്രൂട്ടിനി നടത്തിയാലും ഈ പറഞ്ഞ മിക്ക ഓപ്പോസിഷൻ ലീഡേഴ്സിന് അഗേൻസ്റ്റ് ഉള്ള കേസ് നിലനിൽക്കും. പക്ഷെ അതല്ലല്ലോ ഹിന്ദുലി എഡിറ്റോറിയൽ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. അതായത് റൂളിംഗ് പാർട്ടി ലീഡേഴ്സിന്റെ സൈഡിലും, അതൊരു പക്ഷേ BJP-കാരായിരിക്കണം എന്നില്ല, അവരുടെ സഖ്യകക്ഷികളായിട്ട് വരുന്ന ഈ അജിത് പവാറൊക്കെ NCP പോലുള്ള പാർട്ടിയുടെ ലീഡേഴ്സ് ആണ്. അവര് ഒക്കെ ഈ BJP-യുടെ സഖ്യത്തിന്റെ സൈഡിലേക്ക് വരുമ്പോൾ അവർക്കെതിരെയുള്ള കറപ്ഷൻ കേസസ് എടുക്കുന്ന പോലുമില്ല. അവിടെയാണ് വിഷയം. അപ്പം അതും കൂടി ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവരാനുള്ള മെക്കാനിസം ഇല്ലാതെ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ബന്ധമായിട്ട് ഉണ്ടാന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഫാക്ട് ഫൈൻഡിങ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം കാര്യമുണ്ടോ. പക്ഷെ എന്തായാലും സുപ്രീം കോടതി പറഞ്ഞ സജഷൻ ഒരു വെൽക്കം സജഷൻ ആണ് എന്നൊക്കെ രീതിയിലാണ് ഈ സെക്കൻഡ് എഡിറ്റോറിയൽ. അത് വലിയ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇത് രണ്ടുമാണ് ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അവിടെ നമുക്ക് അത്രേ പറയാനുള്ളൂ. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഒപ്പീനിയൻ പേജാണ്. വേണ്ട എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജാണ്. പാകിസ്ഥാൻ ആൻഡ് ഇറാൻ കാം ആഫ്റ്റർ ദ സ്റ്റോം എന്ന് പറഞ്ഞ ഇത് നമുക്കറിയാം. ഈ ഇടയ്ക്ക് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ പ്രദേശത്ത് കുറച്ച് ടെററിസ്റ്റുകളെ ഇറാൻ ടാർഗറ്റ് ചെയ്തതും അങ്ങനെ അവർ മിസൈൽ ആക്രമണം പോലെ നടത്തിയതും പാകിസ്ഥാൻ അതിനെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാകിസ്ഥാൻ തിരിച്ച് ചെറിയൊരു അറ്റാക്ക് നടത്തിയതും രണ്ട് സൈഡിലും ചില ആൾക്കാർ മരിക്കുക ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ ആ പ്രോബ്ലം എസ്കലേറ്റ് ചെയ്ത് പോകാതെ പെട്ടെന്ന് തന്നെ പാകിസ്ഥാനും ഇറാനും ടോക്സ് ഒക്കെ നടത്തി ഇപ്പൊ തൽക്കാലം
ഒരു അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടുള്ള പാത്തിലാണ് രണ്ടുപേരും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവത്തിന് ശേഷം. അതിനെ അനലൈസ് ചെയ്തുകൊണ്ടുള്ളൊരു ആർട്ടിക്കിളാണിത്. എന്ന് വെച്ചാൽ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നതാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രോവിൻസ്. പക്ഷേ ഈ ബലൂചിസ്ഥാനിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പാകിസ്ഥാൻ ഗവൺമെന്റിന് അഗേൻസ്റ്റ് ആണ്. ഈ ബലൂചിസ്ഥാന്റെ ഒരു പാർട്ടി ഇറാനിലും ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഈ ബോർഡറിങ് ഏരിയാസിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഈ ബലൂച്ച് റിലേറ്റഡ് ആയിട്ടുള്ള മിലിറ്റൻസ് ഒന്നോ ആക്ടിവിസ്റ്റുകളെന്നോ എന്താണ് അവരെ വിളിക്കേണ്ടത്, അവർ പ്രശ്നമാണ്. ഇറാനും സെക്യൂരിറ്റി പ്രോബ്ലമാണ്, പാകിസ്ഥാനും സെക്യൂരിറ്റി പ്രോബ്ലമാണ്. അവിടുത്തെ കുറച്ച് സംഘടനകൾ, അതാണ് ഈ വിഷയങ്ങൾ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ അതൊന്നും വേണ്ട, അതിനടുത്ത പേജിൽ പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ CRPFിലെ ചില CRPFിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു അറ്റാക്ക് ഉണ്ടാവുകയും 2-3 ഇന്ത്യയുടെ CRPFുകാർ കില്ല് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു. ബസ്തർ എന്ന് പറയുന്ന ഛത്തീസ്ഗഡിലാണ് മാവോയിസ്റ്റുകളുടെ വളരെ ചുരുക്കം ഇന്ത്യയിലെ സ്ട്രോങ് ഹോൾഡുകളുടെ ഒരു സ്ഥലമായി ബസ്തർ മാറിക്കഴിഞ്ഞു. കാര്യം മാവോയിസ്റ്റുകളൊക്കെ ഏതാണ്ട് ഭീഷണിയൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുക. ബസ്തർ പോലുള്ള ചില മേഖലകളിലാണ് ഇപ്പോൾ അവന്മാരുള്ളത്. അപ്പൊ എന്തായാലും CRPF നമുക്കറിയാം, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഇന്ത്യയുടെ പാരാമിലിറ്ററി ഫോഴ്സസിൽ ഏറ്റവും വലുത്. പാരാമിലിറ്ററി ഫോഴ്സസ് ഇന്ത്യക്ക് കുറെ എണ്ണമുണ്ട്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, BSF, CASF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ITBP, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, SSB, സശസ്ത്ര സീമാ ബൽ, ആസാം റൈഫിൾസ്, CRPF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഇങ്ങനെ കുറെ എണ്ണമുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് CRPF എന്ന് പറയുന്നത്. അവരുടെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗമുണ്ട്, കോബ്ര എന്ന് പറയുന്നത്. They are meant to fight Maoist threat. They are meant to eradicate Maoist threats. അപ്പോൾ ഈ കോബ്ര എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ഫോഴ്സ് ഓഫ് CRPF ആണ്. They are specialized in counter insurgency operations, especially dealing with Maoist എന്നാണ്. അപ്പോൾ ഈ കോബ്രയുടെ എക്സ്പാൻഷൻ കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ ആണ്. ആ കോബ്രയുടെ ആൾക്കാരാണ് 2 പേര് ഇന്നലെ മരിച്ചത്. കോബ്ര കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. പിന്നെ നമ്മൾ ഇന്ത്യയെ കുറിച്ച് നമുക്ക് അഭിമാനം തോന്നുന്ന കുറച്ച് ന്യൂസുകൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വരുന്നു. അറേബ്യൻ സീയിലും ഇന്ത്യൻ ഓഷനിലും ഒക്കെ പൈറേറ്റ്സുകളോ അല്ലെങ്കിൽ ഹൂതി റബൽസോ പോലുള്ള ആൾക്കാർ ഈ പറഞ്ഞ ഷിപ്പുകൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് നടത്തുന്ന അറ്റാക്കുകൾ, അത് ഇന്ത്യൻ ഷിപ്പുകൾ ആയിരിക്കണമെന്ന് പോലുമില്ല, മറ്റ് രാജ്യങ്ങളുടെ ഷിപ്പുകളുടെ മുകളിൽ നടത്തുന്ന അറ്റാക്കുകളൊക്കെ തകർക്കാനും അതിനെ പ്രതിരോധിക്കാനും, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റാക്ക് നടന്നാൽ പോലും വളരെ ടൈംലി ആയിട്ട് അതിനകത്തുള്ള സെയിലേഴ്സിനെ റെസ്ക്യൂ ചെയ്യാനും അവരുടെ ജീവൻ രക്ഷിക്കാനും ഒക്കെ ഇന്ത്യൻ നേവിക്ക് കഴിയുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് കഴിയുന്നു. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഇന്ത്യൻ നേവിയാണ്. ഇന്നലെ 24 മണിക്കൂറിനകം 2 ഷിപ്പുകളാണ് അവർ രക്ഷിച്ചത്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതാണ്. 19 പാകിസ്ഥാൻകാർ ഉണ്ടായിരുന്ന ഇറാന്റെ ഒരു ഷിപ്പ്, അത് സൊമാലി പൈറേറ്റ്സ് ആണ് അതിനെ അറ്റാക്ക് ചെയ്തത്. ഇറാന്റെ ഷിപ്പാണ്. 19 പാകിസ്ഥാൻകാരന്മാരതേ ഉണ്ടായിരുന്നു. അതിൽ ഉള്ള ഓൾമോസ്റ്റ് എല്ലാവരും പാകിസ്ഥാൻകാരാണ്. നമ്മളത് അവരെ ഇന്ത്യൻ നേവി രക്ഷിച്ച് ഈ പാകിസ്ഥാൻ നാഷണൽസിനെ റെസ്ക്യൂ ചെയ്തു. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ന്യൂസുകൾ ഇന്ത്യൻ ഓഷനില്, അല്ലെങ്കിൽ ഈ കടൽ, നമ്മളുടെ കടൽ മേഖലയില്, അല്ലെങ്കിൽ നമുക്ക് പവറുള്ള ഇന്റർനാഷണൽ വാട്ടേഴ്സിലും ഒക്കെ ഇന്ത്യൻ നേവി എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ഈ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ അവിടെ വേറെ പല രാജ്യങ്ങളുടെയും നേവൽ ഷിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യൻ നേവിയുടെ മൈറ്റ് ആണ് അവിടെ പലരെയും രക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ന്യൂസ്. പിന്നെ രാജ്നാഥ് സിംഗിന്റെ ഒരു സ്പീച്ച് ഒക്കെ ഇവിടെ കാണാൻ വേണ്ട, അത് US-ഉമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധങ്ങളെ കുറിച്ചൊക്കെയാണ്. പിന്നെ ഈസ്റ്റേൺ ലഡാക്കിലെ ചില പ്രശ്നങ്ങൾ, ഈസ്റ്റേൺ ലഡാക്കിൽ മെയിൻലി പ്രശ്നം ഇന്ത്യയും ചൈനയും തമ്മിലാണ്. ലഡാക്കിലെ ചില മേഖലകളും കൂടെ ചൈന ക്ലെയിം ചെയ്യുകയാണ്. ഓക്കെ, ഗാൽവൻ വാലിയിൽ നടന്ന ഇഷ്യൂ ഒക്കെ നമുക്കറിയാം. ഓക്കെ, ഇനി അടുത്ത പേജിൽ പോകുമ്പോൾ അവിടെ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് ഈ പേജ് ഡെഡിക്കേറ്റഡ് ഫോർ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അത് നിതീഷ് കുമാറും BJPയും തമ്മിൽ വീണ്ടും സഖ്യം ഉണ്ടാക്കി. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ വീണ്ടും BJP സഖ്യത്തിൽ അവിടെ ഭരണത്തിൽ വന്നതിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകൾ കൂടുതലും അവിടെ. വേറെ ഒരു കാര്യവും നമുക്ക് അവിടെ പറയാനില്ല. അതായത് ഇവിടെ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം, suspended MPs to return as last session of 17th Lok Sabha commences today. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. 17th Lok Sabha, that also you should remember that point also. The current Lok Sabha ഈ 17th ലോക്സഭ. സംടൈംസ് ഞാൻ എഴുതുന്ന സമയത്തൊക്കെ, എക്സാം എഴുതുന്ന സമയത്തൊക്കെ ചോദിക്കുമായിരുന്നു കറണ്ട് ലോക്സഭയുടെ നമ്പർ എത്രയാണ്. 17th ലോക്സഭ. ലോക്സഭയ്ക്ക് മാത്രമാണ് ഇപ്പോഴത്തെ ലോക്സഭയുടെ നമ്പർ 17. സോ ഇനി ജനറൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് എത്രാമത്തെ ലോക്സഭ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്? 18th ലോക്സഭ. അതാണ് കൂടുതൽ ഓർക്കേണ്ടത്. നെക്സ്റ്റ് ലോക്സഭ 18th ലോക്സഭയാണ്. ഇനി നെക്സ്റ്റ് 5 years കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ലോക്സഭ 18th ലോക്സഭയാണ്. പക്ഷെ രാജ്യസഭയ്ക്ക് ആ നമ്പർ ഇല്ല, ബിക്കോസ് രാജ്യസഭ ഇസ് എ പെർമനന്റ് ബോഡി. Lok Sabha is not a permanent body. In each and every 5 years, Lok Sabha election will be conducted and a new Lok Sabha will come.
അപ്പൊ അതുകൊണ്ട് തന്നെ ലോക്സഭയ്ക്ക് നമ്പർ ഉണ്ട്, പക്ഷെ രാജ്യസഭയ്ക്ക് നമ്പറിംഗ് ഇല്ല. രാജ്യസഭ ഇസ് എ പെർമനന്റ് ബോഡി. ഓക്കെ, അപ്പോ 17th ലോക്സഭയുടെ പുതിയ സെഷൻ കമൻസ് ചെയ്യുന്നതിനാണ് നാളെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ, ഇന്ററിം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ സെന്റർ സ്റ്റാർട്ട് സർവേ ഓൺ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ഇൻ വർക്ക് ഫോഴ്സ്. നമ്മളുടെ മൊത്തം ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ എത്രത്തോളം സ്ത്രീ പെർസെന്റേജ് ഉണ്ട്? ഏതാണ്ട് 37% 2022-23 ഉണ്ടായിരുന്ന സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ 2017-18 വെറും 23% ഉണ്ടായിരുന്നെന്നാണ് 2022-23 37% കൂടിയത്. ബട്ട് അതും പോലും കുറവാണെന്നാണ് പറയുന്നത്. എന്ന് ലേബർ ഫോഴ്സിന്റെ പാർട്ടിസിപ്പേഷനിൽ വിമൻ പാർട്ടിസിപ്പേഷൻ കുറയുന്നു എന്നൊരു ഇതുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റും മിനിസ്ട്രിയും വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രിയും തമ്മിൽ ഇത് ഒരു കൊളാബറേഷനിൽ ഇത് ഈ ഒരു സർവേ നടത്താൻ പോണത്. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്ട്രിയുടെ മിനിസ്റ്റർ ആണെന്ന് അറിഞ്ഞിരിക്കണം, ഭൂപേന്ദ്ര യാദവാണ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്ട്രിയുടെ മിനിസ്റ്റർ. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്മൃതി ഇറാനിയാണ്. അപ്പൊ ഈ രണ്ട് മിനിസ്ട്രിയും കൂടെ ചേർന്നാണ് ഈ ഒരു ഇത് നടത്തുന്നത്. പിന്നെ മഹാത്മാഗാന്ധിയുടെ മാർട്ടിഡം ഡേ ആയിരുന്നു ഇന്നലെ, January 30. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കാണാം. ഗീവ് മെറ്റേണിറ്റി ലീവ് ടു കൺസ്ട്രക്ഷൻ സ്റ്റാഫ്. മെറ്റേണിറ്റി ലീവ് സ്ത്രീകൾക്ക് അല്ലേ കൊടുക്കുന്ന, മെറ്റേണിറ്റി ലീവ് പുരുഷന്മാർക്ക് കിട്ടത്തില്ലല്ലോ. പുരുഷന്മാർക്ക് കിട്ടുന്നതാണ് പെറ്റേണിറ്റി ലീവാണ്. അപ്പൊ ഇന്ത്യയിൽ മെറ്റേണിറ്റി ലീവ് നിയമപരമായിട്ട് ഓർഗനൈസ്ഡ് സെക്ടറിൽ എത്ര വീക്സ് ആണെന്ന് വെച്ചാൽ 26 വീക്സ് ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ആക്ട് അനുസരിച്ച് ഈ ഇടയ്ക്കാണ് അത് 26 വീക്ക് ആക്കിയത്. അതായത് അത് ഏത് പ്രൈവറ്റ് സെക്ടർ ആയിരുന്നാലും 26 വീക്സ് കൊടുത്തിരിക്കണമെന്നാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. ഇത് വന്നിട്ട് കുറച്ച് നാളായി, പക്ഷെ ഇത് കൺസ്ട്രക്ഷൻ സെക്ടറിനൊക്കെ അത് സ്ട്രിക്റ്റ് ആയിട്ട് അവർ പറഞ്ഞേക്കാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കാര്യം ന്യൂസ് കാണാം. എഡ്യൂക്കേഷനിസ്റ്റ് നോമിനേറ്റഡ് ടു രാജ്യസഭ. ഞാൻ ഈ ഇടയ്ക്ക് കുറച്ചു മുമ്പേ പറഞ്ഞതേ ഉള്ളൂ, രാജ്യസഭ ഇസ് എ പെർമനന്റ് ബോഡി. പക്ഷെ രാജ്യസഭ പെർമനന്റ് ബോഡി ആണെങ്കിൽ രാജ്യസഭയിൽ ഇലക്ഷൻ നടക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ 2 years കൂടുമ്പോൾ 1/3 രാജ്യസഭ മെമ്പേഴ്സ് വിൽ ബി റിട്ടയർഡ്. ആ ഒരു 1/3 പൊസിഷൻ പിന്നീട് അതിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്, അല്ല ഒരുമിച്ച് പിരിച്ചുവിട്ടല്ല ഇലക്ഷൻ നടക്കുന്നത്. രാജ്യസഭയുടെ വേറൊരു പേര് അപ്പർ ഹൗസ് എന്ന് പറയും, വേറൊരു പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നും പറയും. ഇതൊക്കെ രാജ്യസഭയുടെ പേരുകളാണ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെ. അപ്പൊ ഈ രാജ്യസഭയില് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ ഈസ് 250. ഔട്ട് ഓഫ് ദോസ് 250 സീറ്റ്സ് 12 സീറ്റ്സ് ആർ നോമിനേറ്റഡ്. 12 സീറ്റ്സ് നോമിനേറ്റഡ് ആണ്. ആ 12 സീറ്റ്സിലേക്ക് നോമിനേഷൻ നടത്താനുള്ള പവർ ബിലോങ്സ് ടു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആ നോമിനേഷൻ വരുന്ന ഏതൊക്കെ സെക്ടേഴ്സിൽ നിന്നാണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്, SSC എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. ആ ഏതൊക്കെ ഫീൽഡുകളിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് 12 സീറ്റുകളിലേക്ക് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ആർട്സ്, ലിറ്ററേച്ചർ, സയൻസ്, സോഷ്യൽ സർവീസ്. ആർട്സ്, ലിറ്ററേച്ചർ, സയൻസ് ആൻഡ് സോഷ്യൽ സർവീസ്. സുരേഷ് ഗോപിയൊക്കെ ആർട്സ് ഫീൽഡിൽ നിന്നാണ് ഒരു തവണ നോമിനേറ്റ് ചെയ്ത് വിട്ടത്. ഓക്കെ, ഇവിടെ വേറൊരു ന്യൂസ് കാണാം. ഇന്ത്യ നോമിനേറ്റ്സ് 12 ഫോർട്സ് ഓഫ് മറാത്താസ് ഫോർ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. യുനെസ്കോ നമുക്ക് എല്ലാവർക്കും അറിയാം, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുനെസ്കോ പാരീസ് ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ. അവരാണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെ ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് മോണുമെന്റ്സ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുണ്ട്. ഇപ്പോഴത്തെ പുതിയ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ഇന്ത്യ കുറെ ഫോർട്ടുകളെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. നോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അത് യുനെസ്കോ അപ്രൂവ് ചെയ്യണമെന്നില്ല, അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ആയിരിക്കും അപ്രൂവ് ചെയ്യുന്നത്. അതൊക്കെയാണ് അവിടുത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ വേൾഡ് പേജ് ആണ്. വേൾഡ് പേജിൽ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും പറയില്ലെന്ന്. കൊളംബിയ നാഷണൽ ലിബറേഷൻ ആർമി. കൊളംബിയ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, കൊളംബിയ ഒരു സൗത്ത് അമേരിക്കൻ രാജ്യമാണ്. കൊളംബിയയുടെ ക്യാപിറ്റൽ ബൊഗോട്ടയാണ്. കൊളംബിയയുടെ ക്യാപിറ്റലാണ് ബൊഗോട്ട. കൊളംബിയയുടെ പ്രസിഡന്റിന്റെ പേര് ഞാൻ മറന്നുപോയി, ഗുസ്താവോ പെട്രോ എന്നങ്ങാണ്ടാണ്. എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല, അത് ഒന്ന് ഗൂഗിൾ ചെയ്തോളണം. ഗുസ്താവോ പെട്രോ അങ്ങനെ എന്തോ ആണ്. അത് ഞാൻ പറഞ്ഞു കേട്ടോ, എഴുതി വെക്കരുത്, അത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എഴുതാവുള്ളൂ. ബൊഗോട്ട അതിന്റെ ക്യാപിറ്റലാണ്. പിന്നെ പാകിസ്ഥാനിലെ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടതിനെ കുറിച്ചൊക്കെയാണ്. ഫിലിപ്പൈൻസും വിയറ്റ്നാമും സൈൻ ഡീൽ ഓൺ സൗത്ത് ചൈന സീ എന്നൊരു ന്യൂസ് കാണാം. സൗത്ത് ചൈന സീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീല്. സൗത്ത് ചൈന സീ മുഴുവനും ചൈനയുടേതാണെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഫിലിപ്പൈൻസിനും വിയറ്റ്നാമിനും ഒക്കെ സൗത്ത് ചൈന സീ ആയിട്ട് ബന്ധപ്പെട്ട് ചൈനയുമായിട്ട് പ്രോബ്ലംസ് ഉണ്ട്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ IMFന്റെ ചില പ്രഡിക്ഷൻസ് ആണ്. IMFന്റെ ആ പ്രഡിക്ഷൻസ് അറിയപ്പെടുന്നത് വേൾഡ് എക്കോണമിക് ഔട്ട്ലുക്ക് എന്നാണ്. ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിക്കാം,
വിച്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ റിലീസസ് വേൾഡ് എക്കോണമിക് ഔട്ട്ലുക്ക്? IMF, വേൾഡ് ബാങ്ക്, അല്ലെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണും. അപ്പൊ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് IMF ആണ് അത് അവർ റിലീസ് ചെയ്തേക്കുന്ന. അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് അത് പറഞ്ഞേക്കുന്ന കാര്യം. ഇന്ത്യ ഈ അടുത്ത വർഷം 6.5% ഗ്രോ ചെയ്യും, വേൾഡ് അറൌണ്ട് 4% ഗ്രോ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതൊന്നും എഴുതണ്ട. IMFന്റെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് ആരാ പ്രിപ്പയർ എന്ന് പറഞ്ഞിരിക്കണം? IMFന്റെ ഡയറക്ടർ അറിയാലോ, ക്രിസ്റ്റാലിന ജോർജിയേവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ലാർസൻ ആൻഡ് ടൂബ്രോ അല്ലെങ്കിൽ L&T എന്നറിയപ്പെടുന്നത്. ആ കമ്പനിയുടെ CEO ആണ് SN സുബ്രഹ്മണ്യൻ. ഓക്കെ. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ സ്പോർട്സ് പേജിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് മാത്രമാണ് നമുക്ക് അറിയേണ്ട ഒരു ന്യൂസ്. അത് ചെന്നൈയിലാണ് നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. ശരത് കമലിന്റെ ഒരു ഫോട്ടോ കാണാം. ശരത് കമൽ ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ്. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇല്ല, അതിനടുത്ത പേര് നമുക്കൊരു ആവശ്യമുള്ള ന്യൂസും ഇല്ല. പിന്നെ യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകളായ സിരിയെ, ഇറ്റലിയിലെ ഫുട്ബോൾ ലീഗായ സിരിയെ കുറിച്ചും സ്പെയിനിലെ ഫുട്ബോൾ ലീഗായ ലാ ലിഗയെ കുറിച്ചും, സ്പെയിനിലെ ഫുട്ബോൾ ലീഗാണ് ലാ ലിഗ, അതൊക്കെ അവിടെ ന്യൂസ് ആയിട്ട് കാണാം. ഇതൊക്കെയാണ് ആ പേജിലുള്ളത്. പിന്നീട് അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ സോറൻ അൻട്രോയ്സ്, ഞാൻ പറഞ്ഞല്ലോ ഈ ഹേമന്ത് സോറനെ കാണാനില്ലായിരുന്നു, ഇപ്പം വീണ്ടും അയാൾ റാഞ്ചിയിൽ പൊങ്ങി, അതിനെ കുറിച്ചാണ്. പിന്നെ ബാക്കി നമുക്ക് ആവശ്യമുള്ള ന്യൂസുകളൊന്നും അല്ല അവിടെയുള്ള മറ്റു ന്യൂസുകളൊന്നും. തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസൊക്കെയാണ്, അതൊന്നും വേണ്ട. പിന്നെ ആശ വർക്കേഴ്സ് സ്റ്റേജ് പ്രൊട്ടസ്റ്റ് ഇൻ സപ്പോർട്ട് ഓഫ് ദെയർ ഡിമാൻഡ്സ്. ആശ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആശ എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ആശ എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ആശാ വർക്കേഴ്സ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? ഈ ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുന്ന, നമ്മളെ വീടുകളിലൊക്കെ പല കാര്യങ്ങൾക്കൊക്കെ വരുന്ന, കോവിഡ് സമയത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹെൽത്ത് വോളണ്ടിയേഴ്സ് ആണ്. ആശയ്ക്ക് ഒരു എക്സ്പാൻഷൻ ഉണ്ട്. ആശയുടെ എക്സ്പാൻഷൻ ആണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. MSP യെ കുറിച്ച് ഒരു ന്യൂസ് ഇവിടെ കാണാം. MSP എന്താണ്? മിനിമം സപ്പോർട്ട് പ്രൈസ്. MSP മിനിമം സപ്പോർട്ട് പ്രൈസ്. മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? താങ്ങുവില നമ്മൾ പറയുന്ന സംഭവം. അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന് മുകളിൽ കൊടുക്കുന്ന ഇതാണ് താങ്ങുവില. പിന്നെ ബാക്കി താഴോട്ടുള്ള ന്യൂസുകളെല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്, വേറൊന്നും നമുക്ക് വേണം. ആ പേജിലൊന്നും ആവശ്യമുള്ളതല്ല. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോൾ എഡിറ്റോറിയൽ പേജാണ്. ഈ ദിവസത്തെ എഡിറ്റോറിയൽസ് രണ്ട് നമുക്ക് വലിയ ആവശ്യമുള്ളതല്ല. ഫസ്റ്റ്, ചേഞ്ചിങ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഇറ്റ് ഈസ് എ പ്യൂർലി പക്ക പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ. പൊളിറ്റിക്കൽ എഡിറ്റോറിയൽസ് നമുക്ക് ആവശ്യമില്ല. നിതീഷ് കുമാറിന്റെ സ്വിച്ച് ഓവർ ടു NDA അലയൻസ്, അതിന്റെ അകത്തുള്ള ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള പൊളിറ്റിക്സ്, ഇതിനെ കുറിച്ചാണ് ആ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരിക്കലും പൊളിറ്റിക്കൽ എഡിറ്റോറിയൽസ് നമ്മൾ വായിച്ചു പഠിക്കേണ്ട ആവശ്യമില്ല. പൊളിറ്റിക്സ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം വായിച്ചാൽ മതി, അല്ലാതെ അതിനപ്പുറം ആവശ്യമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ അത്രയും ആവശ്യമില്ല, ഞാൻ ഈ നേരത്തെ പറഞ്ഞതിന്റെ അത്ര പോലും. കാര്യം അതൊരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എഡിറ്റോറിയലാണ്. ക്രിക്കറ്റിലെ 2 ടെസ്റ്റ് മാച്ചുകളിൽ അണ്ടർ ഡോഗ് ആയിട്ടുള്ള ആൾക്കാർ ഫേവറേറ്റുകൾ അവരെ സ്വന്തം നാട്ടിൽ വെച്ച് തോപ്പിച്ചു, അതിനെ കുറിച്ചാണ്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. ഒരു സമയത്ത് പ്രതാപശാലികളായിരുന്ന വെസ്റ്റ് ഇൻഡീസ് ഇന്ന് ക്രിക്കറ്റിൽ ഒന്നും അല്ല. അവർ പക്ഷേ ഓസ്ട്രേലിയയിൽ പോയി ഓസ്ട്രേലിയയെ തോപ്പിച്ചു, അതിനെ കുറിച്ചാണ്. ഒരു ടെസ്റ്റിൽ, മൊത്തം സീരീസ് അല്ല. ഇനി ഇംഗ്ലണ്ട്, അവരും അണ്ടർ ഡോഗ്സ് ആയിരുന്നു ഇന്ത്യയിലേക്ക് വരുമ്പം. അവര് ഇന്ത്യയെ തോപ്പിച്ചു ഇന്ത്യയിൽ വെച്ച് ഒരു മാച്ചിൽ. ഇതിനെ കുറിച്ച് അതൊക്കെ നമ്മൾ എന്താ പറയാനാണ്? ഹിന്ദു എന്തോ വലിയ കാര്യം രീതിയിൽ അത് എഴുതിയിരിക്കുന്നു, പക്ഷെ വലിയ കാര്യം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ഇനി അതിനടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് സൈമുൾട്ടേനിയസ് ഇലക്ഷൻസ് എന്നൊരു ആർട്ടിക്കിൾ കാണാം. ഈ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് സൈമുൾട്ടേനിയസ് ഇലക്ഷൻസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചായിരിക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയുന്ന നമ്മളുടെ രാംനാഥ് കോവിന്ദ്, ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഒരു പാനലിന്റെ ഹെഡാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആ പാനൽ എന്ന് പറഞ്ഞാൽ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന NDA ഗവൺമെന്റിന്റെ ആശയം നടപ്പാക്കാനുള്ള, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനും അതിന്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും വേണ്ടിയിട്ടുള്ളത്. അത് വന്നതിന് ശേഷമാണ് ഇത്രയും ചർച്ചകൾ ഇതിനെ കുറിച്ച് നടക്കാൻ തുടങ്ങിയത്. ഗവൺമെന്റിന്റെ അടുത്തൊരു പ്ലാൻ ആണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നൊരു തിങ്കിങ് പൊതുവെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കുറിച്ചുള്ള പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ എപ്പോഴും ആർട്ടിക്കിൾസ് ആയിട്ട് വരുന്നത്. അപ്പൊ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ്
ഋതുരാജ് അവസ്ഥയാണ്. ഋതുരാജ് അവസ്ഥി, ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. പിന്നീട് ഈ പേജിൽ പോകുമ്പോ സെന്റർ എക്സ്റ്റൻസ് ബാൻ ഓൺ സിമി എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് പൊതുവെ കരുതപ്പെടുന്ന ഒരു സംഭവമാണ്. സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ. ഒരുപാട് കേരള ബേസ്ഡ് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഓർഗനൈസേഷനാണ്. കുറെ വർഷം മുമ്പ് മൻമോഹൻ സിംഗിന്റെയും മുമ്പേ ഇത് ബാൻ ചെയ്തതാണ്. അതിന്റെ ബാൻ പീരീഡ് കഴിയുമ്പോൾ വീണ്ടും ഒരു 5 വർഷത്തേക്ക് ബാൻ ചെയ്യും. അങ്ങനെ പോവുകയാണ്. ഇപ്പൊ ഈ PFI ഒക്കെ ബാൻ ചെയ്ത പോലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒക്കെ. ഈ സിമിക്ക് ശേഷമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടാവുന്നത്. ഓക്കെ. പിന്നെ CAA നമ്മളത് ഓൾറെഡി പറഞ്ഞാണ്, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ കാണാം. പിന്നെ താഴോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ ദിവസവും ഇപ്പൊ ഇന്ത്യൻ നേവി ഓരോരോ ഹൈജാക്ഡ് ആയിട്ടുള്ള ഷിപ്പുകളെയൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ഒരു ന്യൂസ് പറഞ്ഞു, ഇന്നലത്തെ പത്രത്തിൽ ആ ന്യൂസ് ഉണ്ട്. പിന്നീട് ഇലക്ഷൻ ടു 56 രാജ്യസഭ സീറ്റ്സ് ഓൺ February 27. ഞാൻ നേരത്തെ രാജ്യസഭ ഒരു പെർമനന്റ് ബോഡി ആണെന്ന് പറഞ്ഞു. രാജ്യസഭ പെർമനന്റ് ബോഡി ആണെങ്കിൽ അവിടെ റിട്ടയർമെന്റ് നടക്കുമെന്ന് പറഞ്ഞു. 1/3 ഓഫ് മെമ്പേഴ്സ് ഓരോ 2 years കൂടുമ്പോൾ റിട്ടയർ ആവുമെന്ന് പറഞ്ഞു. ആ 1/3 മെമ്പേഴ്സ് റിട്ടയർ ആവുന്ന പൊസിഷൻസിലേക്ക് ഇലക്ഷൻ നടത്തും. അതാണ് ഇപ്പൊ 56 പോസ്റ്റുകളിൽ അവിടെ റിട്ടയർമെന്റ് വന്നു. അപ്പം അത് മാത്രമല്ല, രാജ്യസഭയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. രാജ്യസഭ മെമ്പേഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 years ആണ്. സാധാരണ ലോക്സഭ മെമ്പേഴ്സിന്റെ ഡ്യൂറേഷൻ 5 years അല്ലേ. പക്ഷേ രാജ്യസഭ MP ആണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ sit in the രാജ്യസഭ for 6 years. After that only his retirement will come. അതിനുശേഷമാണ് പുള്ളിക്ക് വീണ്ടും റീ ഇലക്ഷൻ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കേണ്ടി വരും. ഓക്കെ. പിന്നെ ഈ പേജിലേക്ക് വരുമ്പം ഫുൾ രാഷ്ട്രീയ ന്യൂസുകളാണ്. ഇതിൽ ഒരു കാര്യം പറയാണ്ട്, രാഷ്ട്രീയ ന്യൂസുകൾ അല്ലാത്തൊരു ന്യൂസ് ഉണ്ട്. ഒന്നെന്താണെന്ന്, UCC നമുക്കറിയാം, യൂണിഫോം സിവിൽ കോഡ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 44th ആർട്ടിക്കിൾ 44 UCC യൂണിഫോം സിവിൽ കോഡ്. എല്ലാ ആൾക്കാർക്കും വിവാഹം, സ്വത്തവകാശം, അതുപോലെ ദത്തെടുക്കൽ, ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാം മതക്കാർക്ക് ഒരേ നിയമം. അതാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉടനെ വരും. ഇതേ മോഡലിൽ ഇന്ത്യയിലും നടപ്പാക്കപ്പെടുമെന്ന് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നു, ഗവൺമെന്റിനെ ഒപ്പോസ് ചെയ്യുന്നവർ പേടിക്കുന്നു. അത് ഇന്ത്യയിൽ അത് നടപ്പാക്കണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നതാണ് 44th ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതാണ്. ഇനി നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ, അതിനെക്കുറിച്ച് ഒരു വലിയ ന്യൂസ്, അതിന്റെ ആവശ്യം നമുക്കില്ല. ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി എന്താണ് നമ്മളുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫെസ്റ്റിവിറ്റീസിന്റെയും എൻഡിങ് അവിടെയാണ്. ബീറ്റിംഗ് റിട്രീറ്റ് സെറമണിയിലാണ്. എല്ലാ വർഷവും നടക്കുന്നതാണ്. വിജയ് ചൗക്കിൽ വെച്ചാണ് അന്ന് നടന്നത് ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. പിന്നെ മാരേജ് ഏജ് എക്സ്റ്റൻഷൻ കൊടുക്കാൻ, മാരേജ് ഏജുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു കുറച്ചു കാലം കൂടെ. മാരേജ് ഏജ് നമുക്കറിയാം, ഗേൾസിന്റെ മാരേജ് ഏജ് ഇന്ത്യയിൽ ഇപ്പോൾ 18 വയസ്സാണ്. അത് ഗവൺമെന്റ് 21 വയസ്സായിട്ട് ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ കുറെ വിമർശനങ്ങളൊക്കെ വന്നപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. 21 ആക്കി കൂട്ടാൻ പോയാണ്. പിന്നീട് ഫോറിൻ സെക്രട്ടറി അറൈവ്സ് ഇൻ ഭൂട്ടാൻ അമിഡ് ഫോക്കസ് ഓൺ ഇന്ത്യസ് നെയ്ബേഴ്സ്. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആണെന്ന് ആദ്യം പഠിക്കുക. ഫോറിൻ സെക്രട്ടറി വിനയ് ക്വാത്രയാണ്. ഫോറിൻ സെക്രട്ടറി വിനയ് ക്വാത്ര. അദ്ദേഹം ഭൂട്ടാൻ വിസിറ്റ് ചെയ്യാണ്. ഭൂട്ടാൻ വിസിറ്റ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം ഭൂട്ടാനിൽ ഇപ്പൊ ഗവൺമെന്റ് മാറി. ഭൂട്ടാനിൽ കിങ് ആണ് ഭരിക്കുന്നത്, പക്ഷെ അവിടെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്. ഭൂട്ടാന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ് ഷെറിംഗ് തോബ്ഗെ. അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം നടക്കാൻ പോയി. അതിനു മുമ്പായിട്ടാണ്. കാര്യം ഇന്ത്യയുടെ നെയ്ബേഴ്സിൽ ഇന്ത്യയായിട്ട് ഏറ്റവും നല്ല റിലേഷൻ പുലർത്തുന്ന ഒന്ന് ബംഗ്ലാദേശും വേറൊന്ന് ഭൂട്ടാനുമാണ്. അപ്പൊ ഈ പറഞ്ഞ ബംഗ്ലാദേശിന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യനെ ഉടനെ വിസിറ്റ് ചെയ്യാൻ പോയാണ്. നേപ്പാളിലേക്ക് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ജയശങ്കർ വിസിറ്റ് നടത്തി. മാൽദീവ്സുമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇപ്പം എൻഗേജ്മെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോറിൻ മിനിസ്റ്ററോ അല്ലെങ്കിൽ ഫോറിൻ സെക്രട്ടറി ഒന്നും അങ്ങോട്ട് പോയിട്ടില്ല. എന്തായാലും ഈ ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ട ഒരു സമയമായിരുന്നു. നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ് ആണ്. നെയ്ബർഹുഡുമായിട്ടുള്ള ബന്ധം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അത് ചൈനയുടെ കളികൾ മൂലം കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ടു. പക്ഷെ സ്റ്റിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് അഗ്രസീവ്ലി ഫോളോയിങ് ഓൾ ദീസ് all these problems and trying to sort out the problems with all those countries. അങ്ങനെ ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നതിനാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തീരുമാനം. ഈ ആർട്ടിക്കിൾ വായിക്കാൻ നമുക്ക് മനസ്സിലാവും ചൈന എന്തൊക്കെ അതിൽ കളിച്ചാലും. പിന്നീട്
കണ്ടോ, ഇത് നല്ലൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട് മാൽദീവ്സിന്റെ പ്രസിഡന്റിന്. മാൽദീവ്സിന്റെ പ്രസിഡന്റ് നിങ്ങൾക്കറിയാം മുഹമ്മദ് മൊയ്സു ആണ്. അയാള് ഇന്ത്യക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രോ ചൈന ആവാൻ തീരുമാനിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ മാൽദീവ്സിൽ പാർലമെന്റ് ഉണ്ട്. മാൽദീവ്സിന്റെ പാർലമെന്റ് പേര് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മജ്ലിസ് എന്നാണ്. അത് ചിലപ്പോൾ ഈ ന്യൂസിന്റെ അകത്ത് കാണുമായിരിക്കും. മജ്ലിസ് എന്നാണ്. ഈ മജ്ലിസിൽ ഭൂരിപക്ഷം പക്ഷെ മാൽദീവ്സിലെ അയാളുടെ പാർട്ടിക്ക് അല്ല. അവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഒരു രീതിയിൽ നടക്കും. അവിടുത്തെ എം പിമാരൊക്കെ വേറെ രീതിയിലാണ് ഇലക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ എം പിമാരുടെ എണ്ണം കൂടുതൽ ഒപ്പോസിഷനാണ്. അപ്പൊ ഈ ഒപ്പോസിഷൻ പാർട്ടീസിന് വേണം ഇംപീച്ച് ചെയ്യാൻ പറ്റും പ്രസിഡന്റിന്. അപ്പൊ ഇംപീച്ച്മെന്റ് നോട്ടീസ് കൊടുത്തേക്കുക. അവിടെ മെജോറിറ്റി അവിടുത്തെ ഒപ്പോസിഷൻ ആയതുകൊണ്ട് ഇയാളെ ഇംപീച്ച് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇംപീച്ച് ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ ഇന്ത്യയോടും മോഡിയോടും മാപ്പ് പറയണമെന്നാണ് അവിടുത്തെ ഒപ്പോസിഷൻ ലീഡേഴ്സ് ആവശ്യപ്പെട്ടേക്കുന്നത്. ഇന്നത്തെ മലയാളം പത്രങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഹീസ് അണ്ടർ പ്രോബ്ലം. കാര്യം ഇന്ത്യ അത്യാവശ്യം ഡിപ്ലോമാറ്റിക് ലെവലിൽ നന്നായിട്ട് കളിക്കാൻ അറിയുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഇന്ത്യയുടെ കാശ് വാങ്ങി വളർന്ന ഒരു രാജ്യത്തില് പ്രസിഡന്റ് ഒരു കാര്യമില്ല ഇന്ത്യയുടെ ദ്രോഹപരമായിട്ടുള്ള സമീപനം എടുക്കുമ്പോൾ ഇന്ത്യ വെറുതെ ഇരിക്കുമല്ലോ. അപ്പൊ ഇത് എങ്ങനെ വരുന്നു എന്ന് അറിഞ്ഞൂടാ. ഒന്നുകിൽ ഇയാൾക്ക് കുറച്ചൊന്ന് മയപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ അയാൾ ഇംപീച്ച് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതൊരു വലിയ ന്യൂസ് ആയിട്ട് എല്ലാ പത്രങ്ങളിലും ഉണ്ട്. അതാണ് ആ പേജിൽ പറയാനുള്ളത്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഞാനിത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയൽ. നമ്മളുടെ എക്കോണമി ഞാൻ പറഞ്ഞില്ലേ, ബഡ്ജറ്റിന് തൊട്ട് മുമ്പായിട്ട് എക്കണോമിക് സർവേ അവതരിപ്പിക്കും. പക്ഷെ ഇപ്പം ഇന്ത്യൻ ബഡ്ജറ്റ് ആയിട്ട് എക്കണോമിക് സർവേ ഇല്ല. എന്നാലും ചീഫ് എക്കണോമിക് അഡ്വൈസറിന്റെ ഒരു റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ചീഫ് എക്കണോമിക് അഡ്വൈസർ അനന്ത നാഗേശ്വരൻ. അടുത്ത വർഷവും ഇന്ത്യ 7% ഗ്രോ ചെയ്യും. ആ 7% എക്സീഡ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ 7% ഗ്രോ ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിനെ കുറിച്ചൊക്കെയാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. പിന്നെന്താണ്, പിന്നെ മഹാരത്ന കമ്പനിയായ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. മഹാരത്ന കമ്പനിയാണ് ഗെയിൽ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതുപോലെ തന്നെ വേറൊരു മഹാരത്ന കമ്പനിയാണ് BPCL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. പിന്നെ GST ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഒക്കെ അവിടെ കാണാം. ഓക്കെ. പിന്നെ ഗോവയുടെ ചീഫ് മിനിസ്റ്റർ പ്രമോദ് സാവന്തിന്റെ ഒരു ഫോട്ടോ കാണാം അവിടെ. ഗോവയുടെ ചീഫ് മിനിസ്റ്റർ പ്രമോദ് സാവന്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ FMCG കമ്പനിയായ ITC യെ കുറിച്ചൊരു ന്യൂസ് കാണാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ FMCG എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്. നമ്മൾ ഈ കടയിൽ പോയി സോപ്പും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങത്തില്ലേ, അതെല്ലാം FMCG ആണ്, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്. ഇതില് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി HUL ആണ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല, വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG കമ്പനി ഹിന്ദുസ്ഥാൻ യൂണിലിവറും സെക്കൻഡ് ബിഗ്ഗസ്റ്റ് FMCG കമ്പനി ITC ആണ്. പിന്നെ സ്പോർട്സ് പേജിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളൊക്കെ തന്നെയാണ് കൂടുതലും. പിന്നെ നിങ്ങൾക്ക് ഗുഗേഷിന്റെ ഒരു ഫോട്ടോ കാണാം. ഗുഗേഷ് ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റിൽ റണ്ണറപ്പ് ആയിട്ട് ഫിനിഷ് ചെയ്തു. ടൈ ബ്രേക്കറിലാണ് റണ്ണറപ്പ് ആയി പോയത്. അല്ലെങ്കിൽ അയാൾ കപ്പ് നേടേണ്ടതായിരുന്നു. ഗുഗേഷ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു ചെസ് താരമാണ്. പ്രജ്ഞാനന്ദയ്ക്കൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു ചെസ് താരമാണ്. പിന്നെ രഞ്ജി ട്രോഫിയെ കുറിച്ചുള്ള ന്യൂസ് കാണാം. എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഹിന്ദു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ അതുപോലെ ഇന്നലത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ രണ്ടും ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ നമ്മളുടെ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുക. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് പറയുക. എവിടെയെങ്കിലും ഞാൻ തെറ്റുകൾ വരുത്തുന്നുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കുക. കാര്യം നമ്മളിപ്പോൾ എങ്ങനെ നോക്കാതെ മൈൻഡിൽ നിന്നാണ് ഇത് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളത് കമന്റ്സ് ആയിട്ട് പറയുക. അപ്പം വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.